ഹലോ ഫ്രണ്ട്സ്, കിച്ചണിൻ്റെ സിങ്കിൻ്റെ ഏരിയയിൽ നമ്മൾ ചെയ്യുമ്പോൾ പൈപ്പ് ലൈനൊക്കെ ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, ബ്ലോക്ക് മാക്സിമം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഇവിടെയാണ് നമ്മൾ കിച്ചൺ വയ്ക്കേണ്ട സിങ്ക് വരുന്നത്. അത് ഓപ്പൺ കിച്ചണാണ് വരുന്നത്. അപ്പോൾ അതിലേക്ക് വരുന്ന പൈപ്പും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. അതിൽ നിന്ന് ഔട്ട് വന്നിരിക്കുന്നതാണ് ഈ കാണുന്നത്. അതായത് കിച്ചണിൻ്റെ ഔട്ട് 2 ഇഞ്ച് പൈപ്പാണ് വന്നിരിക്കുന്നത്. ഈ 2 ഇഞ്ച് പൈപ്പ് വന്നിട്ട് നമ്മൾ ഡയറക്റ്റ് കൊടുത്തിരിക്കുന്നത് ഒരു ടീയിലേക്ക് കൊടുത്തതിന് ശേഷം അവിടെ ഒരു എയർ കൊടുക്കാനുള്ള സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്. കാരണം വേറെ ഒന്നുമില്ല, ഇത് നമുക്ക് കോൺക്രീറ്റ് ചെയ്ത് ഇതിൻ്റെ താഴേക്കിടെയാണ് പോകുന്നത്. കണ്ട, ഇതും കുളിക്കുന്ന വെള്ളത്തിൻ്റെ, അതായത് ഒരു ബാത്റൂമിൻ്റെ കുളിക്കുന്ന വെള്ളം പോകുന്ന പൈപ്പും കൂടിയാണ്. ഇത് സിങ്കിൻ്റെ പൈപ്പ്, ഇത് ബാത്റൂമിൻ്റെ കുളിക്കുന്ന വെള്ളത്തിന് പോകുന്നത്. ഇത് രണ്ടും സെപ്പറേറ്റ്, രണ്ട് കുഴികളിലേക്കാണ് കൊണ്ടുപോകേണ്ടത്. അതല്ലെങ്കിൽ കുളിക്കുന്ന വെള്ളം വെള്ളത്തിലേക്ക് നമ്മൾ സിങ്കിൻ്റെ പൈപ്പ് കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിങ്കിൻ്റെ അകത്ത് വരുന്ന, അതായത് സിങ്കിൽ വരുന്ന ചോറുമ്പറ്റും കാര്യങ്ങളൊക്കെ കിടന്ന് ചീഞ്ഞ് കഴിഞ്ഞാൽ ആ സെയിം സ്മെല്ല് എന്തെങ്കിലും ഉണ്ടായാൽ തന്നെ നേരെ നമ്മുടെ ബാത്റൂമിലേക്കും കയറി വരും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സെപ്പറേറ്റ് കുഴി കൊടുക്കണം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, രണ്ടിനും എയർ കൗൾ നമ്മൾ കൊടുത്തിരിക്കണം. ഇവിടെ നമ്മൾ കോൺക്രീറ്റ് ചെയ്ത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിൻ്റെ എന്തെങ്കിലും ബ്ലോക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഒരു എയർ കൗളാണ് കൊടുത്തിരിക്കുന്നത്. എയർ റിലീസ് ആവാനായിട്ട് കൊടുത്തിട്ട് എന്തെങ്കിലും ബ്ലോക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് സിമ്പിളായിട്ട് ആ എയർ മാറ്റിയതിന് ശേഷം സിമ്പിളായിട്ട് നമുക്ക് അവിടെ പൈപ്പ് കണക്ട് ചെയ്തിട്ട് നമുക്ക് ബ്ലോക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. അത് നമ്മൾ നേരെ വന്ന് കണക്ട് ചെയ്ത് കൊണ്ടുപോയിരിക്കുന്നതാണ് ഈ കാണുന്നത്. പിന്നെ വരുന്ന ഡ്രൈനേജിൻ്റെ ഏരിയ നമ്മൾ കാണുന്ന പോലെ തന്നെ മാൻഹോൾ സിസ്റ്റമാണ് ചെയ്തിരിക്കുന്നത്. അതായത് 2 ബാത്റൂമുകളിൽ നിന്നും മുകളിൽ നിന്നുള്ള ബാത്റൂമുകളിൽ എല്ലാ ബാത്റൂമിൽ നിന്നും ഇവിടേക്ക് വരുന്നത് നമ്മൾ ഒന്നിച്ച് കണക്ട് ചെയ്ത് കഴിയുമ്പോൾ എന്തെങ്കിലും ബ്ലോക്ക് കാര്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് പിന്നീട് ഒരു മെയിൻ്റനൻസ് സാധിക്കില്ല. അപ്പോൾ ഇതെല്ലാം തന്നെ കട്ടയും വിരിച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞുമ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് ബ്ലോക്കോ കാര്യങ്ങൾ വരുമ്പോൾ തുറന്ന് നോക്കുന്നതിന് വേണ്ടിയിട്ട് എവിടെ നിന്നാണ് ബ്ലോക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് കറക്റ്റായിട്ട് നോക്കുന്നതിന് വേണ്ടിയിട്ടാണ് മാൻഹോൾ സിസ്റ്റം കൊടുക്കുന്നത്. മാൻഹോൾ നമ്മൾ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒരുപാട് വലുപ്പത്തിൽ കൊടുക്കരുത് മാൻഹോൾ. 2 പൈപ്പുകൾ തമ്മിൽ മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 6 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 7 ഇഞ്ച് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. അത് 2 പൈപ്പ് വന്നത് നമ്മൾ ബാത്റൂമുകളിൽ നിന്ന് വന്നാണ് ഒറ്റ പൈപ്പായിട്ട് പോകുന്നത് നേരെ സെപ്റ്റിക് കുഴിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ അത് തമ്മിലുള്ള ഗ്യാപ്പ് 6 ഇഞ്ച് അല്ലെങ്കിൽ 7 ഇഞ്ച് കൊടുക്കുക. അത് നേരെ നമ്മൾ പോകുന്ന പുറത്തേക്കാണ് പോകുന്നത്. ഇവിടെ നമ്മൾ കറക്റ്റ് ചെയ്ത് ഒരു മാൻഹോൾ സിസ്റ്റം കെട്ടും. അപ്പോൾ മാൻഹോൾ കെട്ടാൻ വേണ്ടിയിട്ടാണ് അത്രയും ഗ്യാപ്പ് ഇട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ചെറിയ സ്ഥലമായതുകൊണ്ട് നമുക്ക് അത്രയും ഗ്യാപ്പ് ഇട്ട് ചെയ്തതിന് ശേഷം മാൻഹോൾ അടിച്ച് ക്ലിയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പറഞ്ഞ കുളിക്കുന്ന വെള്ളം പോകുന്ന ആ ഏരിയയിൽ വന്നിരിക്കുന്ന എയർ ഹോൾ കൊടുത്തിരിക്കുന്നത്. ഈ എയർ ഹോൾ കൊടുക്കുന്നതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. കാരണം എയർ പോകുന്നത്, അതായത് പൈപ്പിൽ വെള്ളം പോകുന്ന സമയത്ത് പൈപ്പിൻ്റെ എല്ലാം കണക്ട് ചെയ്തിരിക്കുന്നത് കുഴിയിലേക്കാണ്. എല്ലാം എയർ ടൈറ്റായിട്ടായിരിക്കും കിടക്കുന്നത്. നമ്മൾ ആ സമയത്ത് സിങ്ക് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ഒഴിക്കുന്ന വെള്ളം പോകുന്ന സമയത്ത് ഈ പൈപ്പിൽ കിടക്കുന്ന ഒരു എയർ ഉണ്ട്. ആ എയർ റിലീസ് ചെയ്ത് എത്രമാത്രം സ്പീഡായിട്ട് റിലീസ് ചെയ്ത് പോകുന്നോ അത്രയും സ്പീഡിലായിട്ട് വെള്ളം നേരെ നമ്മുടെ ഈ പറയുന്ന നമ്മൾ കളയുന്ന വെള്ളം കാര്യങ്ങളെല്ലാം കുഴിയിലേക്ക് പോകും. അതിനും കൂടി വേണ്ടിയിട്ടാണ് എയർ സിസ്റ്റം കൊടുക്കുന്നത്. എയർ സിസ്റ്റത്തിന്, അതായത് മുകളിൽ നിന്ന് വരുന്ന വെള്ളത്തിനനുസരിച്ചിട്ട് മുകളിൽ ആ പൈപ്പിൽ കിടക്കുന്ന എയർ തള്ളിപ്പോയാലേ അത്രയും സ്പീഡിൽ പോയിക്കോളും. അവിടെ നല്ലൊരു ശതമാനം, ഒരു 90% ബ്ലോക്ക് കാര്യങ്ങൾ അവിടെ ഉണ്ടാവാനുള്ള ചാൻസസ് കുറവാണ്. അല്ലാതെ നമ്മൾ ഡോറൽബോം കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ എയർ ടൈറ്റ് ചെയ്ത് നിൽക്കും. ആ എയറിൻ്റെ കൂടെ വേണം നമ്മൾ ഈ വെള്ളം ഒഴുകി പോകാനായിട്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്താണ് ബ്ലോക്ക് കാര്യങ്ങൾ ഉണ്ടാകുന്നത്. ഇത് തന്നെയാണ് സിസ്റ്റം നമ്മൾ ഡ്രൈനേജിൻ്റെ സിസ്റ്റത്തിലാണെങ്കിലും ഇങ്ങനെ തന്നെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ അത് മാത്രമല്ല, കൊതുക് കാര്യങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ഈ എയർ കൗൾ കൂടി കൊടുക്കുന്നത് കൊതുക് കാര്യങ്ങൾ എന്തെങ്കിലും കുഴിയിൽ നിന്ന് വരുന്ന സമയത്ത് പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റീലിൻ്റെ ടൈപ്പ് എയർ കൗളാണ് കൊടുക്കുന്നത്. അതായത് ഈ എയർ കൗളിൻ്റെ ഉള്ളിൽ നെറ്റുള്ള ടൈപ്പ്, സ്റ്റീലിൻ്റെ നെറ്റുള്ള ടൈപ്പ് കൊടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. And damn, what a hell of a view. I feel good, you look great, I like you, I can't wait. A first time,